കടന്നുപോകുന്നതിൽ പരാജയപ്പെട്ട് 4 ഇന്ത്യൻ ടാങ്കറുകളും 2 ഗ്രീക്ക് ടാങ്കറുകളും. ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടുണ്ടോ അതോ അടച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള പരസ്പര വിരുദ്ധമായ വിവരണങ്ങൾക്കിടയിൽ ശനിയാഴ്ച പേർഷ്യൻ ഗൾഫിൽ നിരവധി ഇന്ത്യൻ എണ്ണ ടാങ്കറുകൾ യു-ടേൺ ചെയ്തു. ശേഷിക്കുന്ന വെടിനിർത്തൽ കാലയളവ് വരെ ഹോർമുസ് വാണിജ്യ കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം ആഗോള എണ്ണയുടെ 20% കടന്നുപോകുന്ന സുപ്രധാന ജലപാതയിൽ ഇറാൻ സൈന്യം വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ 4 ഇന്ത്യൻ കപ്പലുകളും 2 ഗ്രീക്ക് കപ്പലുകളും സുപ്രധാന ജലപാതയിലൂടെ കടന്നു പോകുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മറൈൻ ട്രാഫിക് ഡേറ്റ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും കപ്പലുകൾ യാത്ര നിർത്തി തിരിച്ചുപോയതിന്റെ കാരണം വ്യക്തമല്ല. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം ഇപ്പോൾ പിൻവലിക്കില്ലെന്ന് US അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി ഇറാൻ സൈന്യം അടിവരയിട്ടു. ഹോർമുസിന്റെ നിയന്ത്രണം അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. സായുധ സേനയുടെ കർശനമായ മാനേജ്മെന്റിനും നിയന്ത്രണത്തിനും കീഴിൽ ഇറാൻ സൈന്യത്തെ ഉദ്ധരിച്ച് AP പറഞ്ഞു. വെള്ളിയാഴ്ച ഹോർമുസ് വീണ്ടും തുറക്കാനുള്ള ഇറാന്റെ നീക്കത്തെ പ്രശംസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ തുറമുഖങ്ങളുടെയും കപ്പൽ ഗതാഗതത്തിന്റെയും ഉപരോധം തൽക്കാലം നിലനിൽക്കുമെന്നും അടിവരയിട്ടു. തുടർച്ചയായുള്ള പ്രഖ്യാപനങ്ങൾ ഹോർമുസിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടാങ്കറുകളായ സൻമാർ, ഹെറാൾഡ്, ദേശ് ഗരിമ, ദേശ് വൈഭവ്, ദേശ് വിഭോർ എന്നിവ ദുബായിൽ നിന്നും ഹോർമുസിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു പോവുകയും ചെയ്തതായി ഡേറ്റ കാണിക്കുന്നു. നിലവിൽ മിക്ക ടാങ്കറുകളും ഇറാനിലെ കേഷ്ടം ദ്വീപിന് ചുറ്റുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 ഗ്രീക്ക് ടാങ്കറുകൾക്കൊപ്പം കപ്പലുകളിൽ ഏകദേശം 8.3 ദശലക്ഷം ബാരൽ ഇറാനിയൻ ഇതര അസംസ്കൃത എണ്ണയും അടങ്ങിയിരിക്കുന്നു. ഇറാന്റെ ഉപരോധം എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്ക് ഈ 6 ടാങ്കറുകൾ കടന്നിരുന്നെങ്കിൽ ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഗൾഫിൽ നിന്നും ഒരു ദിവസം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഒഴുകിയെത്തുന്ന ഒന്നാകുമായിരുന്നു അത്. ഹോർമുസ് കടത്താൻ ഇറാനിയൻ നാവികസേനയുടെ അനുമതി ഇനിയും ആവശ്യമാണെന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് കപ്പലുകൾക്ക് റേഡിയോയിലൂടെ മുന്നറിയിപ്പ് ലഭിച്ചതെന്ന് കപ്പൽ ഉടമകൾ പറഞ്ഞതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ അസംസ്കൃത എണ്ണയും LPGയും വഹിച്ചുകൊണ്ടുള്ള 8 ഇന്ത്യൻ ടാങ്കറുകൾ ഹോർമുസ് കടന്ന് രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ യുദ്ധത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മുൻപ് 5 സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഇറാൻ കടലിടുക്ക് കടന്നു പോകാൻ അനുവദിച്ചിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാൻ അനുവാദമുള്ളൂ എന്ന് ഒരു മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും ശക്തരായ IRGCയും ഒരേ കപ്പലിലാണോ എന്ന ചോദ്യമാണ് ഈ സംഭവവികാസത്തിലൂടെ ഉയർന്നിരിക്കുന്നത്. യുദ്ധസമയത്ത് US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാന്റെ മിക്ക നേതാക്കളും കൊല്ലപ്പെട്ടതോടെ രാജ്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ IRGC തങ്ങളുടെ പിടി ഉറപ്പിച്ചു. വാസ്തവത്തിൽ ഇറാന്റെ യഥാർത്ഥ ഭരണാധികാരിയാണ് അവർ. തുടർന്ന് ഇറാൻ തങ്ങളുടെ ഹോർമുസ് പ്രഖ്യാപനത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി ചേർത്തു. എല്ലാ കപ്പലുകളും ഇറാന്റെ പൂർണ്ണ ഏകോപനത്തിന് കീഴിലായിരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷകനാണ് ഇറാൻ. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്നും വക്താവ് വ്യക്തമാക്കി. ഹോർമുസ് വീണ്ടും തുറക്കുമെന്ന അരാഗ്ചിയുടെ പ്രഖ്യാപനത്തിന് ശേഷം യുദ്ധം അവസാനിക്കാറായിരിക്കുന്നുവെന്ന സൂചന ലഭിച്ചതിനാൽ എണ്ണവില ഇടിഞ്ഞു. ഇറാനിയൻ സൈന്യത്തിന്റെ പുതിയ ഉത്തരവ് അസ്ഥിരത വർദ്ധിപ്പിക്കുകയുള്ളൂ. അടുത്തയാഴ്ച പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ 2ാം ഘട്ട സമാധാന ചർച്ചകൾ നടക്കും. എന്നിരുന്നാലും ഹോർമുസിലൂടെയുള്ള സാധാരണ ഗതാഗതം പുനരാരംഭിക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.